ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടി തുറവൂർ ജംഗ്ഷൻ. തുറവൂരിലൂടെ സഞ്ചരിക്കുന്നത് ജീവൻ വാരിപ്പിടിച്ച അശാസ്ത്രീയ ഗതാഗത പരിഷ്കരണം വിനയായെന്ന നാട്ടുകാർ. അത്യാസന്ന രോഗിയുമായി കിഴക്ക് നിന്ന് വരുന്ന ആംബുലൻസിന് പോലും ജംഗ്ഷന് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്താൻ തെക്കോട്ട 1/2 കിലോമീറ്റർ സഞ്ചരിക്കണം. പോലീസും MLA-യും കൈമലർത്തുന്നതായി നാട്ടുകാർ. ഏറ്റവും തിരക്കേറിയ തുറവൂർ സിഗ്നൽ ജംഗ്ഷൻ പോലീസ് അടച്ചുപൂട്ടിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഇതുമൂലം നാട്ടുകാരും പുറത്തുനിന്ന് എത്തുന്നവരും വാഹനയാത്രികരും അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതം കാണാൻ ആരുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ തുറവൂരിൽ ആകാശപാതയുടെ അപ്രോച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയപ്പോൾ മുതൽ സ്വാഭാവികമായി ഗതാഗത തടസ്സം ഉണ്ടായി. ഇതിന് പരിഹാരമായി കുതിത്തോട് പോലീസ് വരുത്തിയ ചില ട്രാഫിക് പരിഷ്കാരങ്ങളാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരിതവും ദുരന്തവുമാകുന്നത്. അതിനായി തുറവൂരിലെ പ്രധാന കവല ആദ്യം പോലീസ് അടച്ചു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്ന വാഹനങ്ങൾ 1/2 കിലോമീറ്റർ തെക്ക് ആലക്കപ്പറമ്പ് ചുറ്റി പോവുകയും പടിഞ്ഞാറ് നിന്ന് വരുന്ന വാഹനങ്ങൾ വടക്ക് NCC കവല U-ടേൺ തിരിഞ്ഞ് പോവുക എന്നതുമാണ് പോലീസ് നടപ്പിലാക്കിയ നിയമം. ഇതോടെ നിലവിലുണ്ടായിരുന്ന ഗതാഗതക്കുരുക്ക് പല മടങ്ങ് വർദ്ധിച്ചു. കിഴക്ക് നിന്നും ആംബുലൻസിൽ എമർജൻസിയിൽ എത്തുന്ന രോഗിക്ക് പോലും തുറവൂർ ജംഗ്ഷൻ 10 മീറ്റർ അടുത്തുള്ള തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തണമെങ്കിൽ 1/2 കിലോമീറ്ററിലധികം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ചുറ്റി കറങ്ങി വരേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. തുറവൂർ ജംഗ്ഷനിൽ നമ്മുടെ ജംഗ്ഷൻ ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. കിഴക്ക് മേഖലയിലെ തൈക്കാട്ടുശ്ശേരി, വളമംഗലം, പഴമ്പള്ളിക്കാവ് ആ പ്രദേശത്തേക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പറ്റുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ അടുത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആലക്കാവറമ്പ് കറങ്ങി വേണം പോകാൻ. ഒരു ജീവന് പേരും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരും ഡിപ്പാർട്ട്മെന്റിൽ ഒരു വിലയും കൽപ്പിക്കുന്നത്. കാരണം എന്താ, ജംഗ്ഷൻ അടച്ച്. കാരണം ഒരു അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും ആലക്കാവറമ്പ് കറങ്ങി വരുമ്പോൾ അവൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടും. അതാണ് അവസ്ഥ. ഇന്നൊക്കെ അവിടെ വർക്ക് നടക്കുന്നില്ല. ആ വർക്ക് നടക്കാത്ത അടച്ചു വെച്ചുകൊണ്ടാണ് ഇവർ കണക്ട് ചെയ്യുന്നത്. പാവപ്പെട്ട രോഗിക്ക് പോകാൻ വേറൊരു വഴി അപ്പുറത്തെ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിനൊരു സംവിധാനം ഇല്ലാണ്ട് ഇതിൻ്റെ നാഷണൽ അതോറിറ്റിക്കാരും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകാരും ജനത്തിനൊരു വിലയും കൽപ്പിക്കുന്നത്. ജനം എങ്ങനെയെങ്കിലും പൊക്കോളും. അവരുടെ ജീവനൊരു വില കൽപ്പിക്കാത്ത രീതിയിലാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. ശക്തമായിട്ട് ഞാൻ ഇപ്പോൾ MLA വിളിച്ചിട്ട് MLA സ്ഥലത്തില്ല. ശക്തമായിട്ട് തന്നെ MLA-ക്കും കളക്ടറെ കാണാൻ വേണ്ടിയിരിക്കും. കാരണം എന്താ, ഇത് അത്യാവശ്യമാണ്. ഈ ജംഗ്ഷൻ അടച്ചു വെക്കരുത്. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. കിഴക്ക് മേഖല തൈക്കാട്ടുശ്ശേരി, പാണാവള്ളി, പൂച്ചാക്കെ അല്ലെങ്കിൽ വഴമ്പള്ളിക്കാവ് അവിടെയുള്ള ആൾക്ക് രോഗികൾക്ക് പോകാൻ പോലും ഹോസ്പിറ്റൽ പറ്റേ അവിടെ വരുമ്പോൾ ആലക്കാവറമ്പിലെ ബ്ലോക്ക് കിട്ടി 1/2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ട രീതിയിലാണ് പോകുന്നത്. അത് ശക്തമായിട്ട് ഇവിടെ ഓട്ടോക്കാർ 100 ഓട്ടോക്കാരുണ്ട്. അവർക്കൊരു ജീവിതം പടിഞ്ഞാറ് ബസ് സ്റ്റോപ്പിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ ചെല്ലണം. അവിടെ നിന്ന് ഇറങ്ങിയാണ് ബസ് സ്റ്റോപ്പിൽ പോകാൻ. അതുകൊണ്ട് ശക്തമായി നാഷണൽ അതോറിറ്റിക്കാർ ഇടപെട്ട് ഇതിൽ ശാശ്വതമായ പരിഹാരം കാണാൻ. പോലീസ് അടച്ച പ്രധാന കവലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. കമ്പികൾ നീളത്തിലിട്ട് വെൽഡിംഗ് മാത്രം നടക്കുന്നു. ഓട്ടോകൾ പോലും പാർക്ക് ചെയ്യാൻ ഇടമില്ല. കാൽനട വഴികളെല്ലാം താൽക്കാലികമായി കച്ചവടക്കാർ കൈയടക്കി. ബാക്കി ഇടങ്ങളിലെല്ലാം ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിന് പരിഹാരം തേടി പോലീസിനെയും സ്ഥലം MLA-യെയും പലതവണ നാട്ടുകാർ സമീപിച്ചെങ്കിലും കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞ് ഒഴിയുന്നുവെന്ന് ആരോപണം ശക്തമാണ്. ആകാശപാത നിർമ്മാണം തുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോൾ 50-ൽ അധികം ജീവനുകളാണ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള 12 കിലോമീറ്റർ സ്ഥലത്ത് ജീവൻ ബലി നൽകിയത്. ഇത്രയും ഭീകരമായ അവസ്ഥ തുറവൂർ ജംഗ്ഷനിൽ ഉണ്ടായിട്ടും ഇടപെടാൻ MLA-യും പോലീസും മടിച്ചു നിൽക്കുന്നു എന്നത് ദുരൂഹത ഉയർത്തുന്നു. പല വലിയ അപകടങ്ങളും തലനാരിഴയ്ക്കാണ് ഇവിടെ മാറിപ്പോകുന്നത്. എത്രയും പെട്ടെന്ന് തുറവൂരിലെ ഗതാഗതക്കുരുക്കിനും അതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധിക്കും പരിഹാരം കാണാൻ അധികൃതർ താമസം വിന മുന്നോട്ട് വരണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം.